ജില്ലാമേളയിലെ വന്നിട്ടുള്ള സംബന്ധിച്ചിടത്തോളം ഉള്ള പരാതികൾ നമുക്ക് ഒരു അവിടുത്തെ അപ്പീൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് തീരുമാനിക്കാൻ പറ്റും. മന്ത്രിക്കോ വിദ്യാഭ്യാസ ഡയറക്ടറോ വിദ്യാഭ്യാസ സെക്രട്ടറിക്കോ തീരുമാനിക്കാൻ വേണ്ടി പറ്റില്ല. അത് ജില്ലാ മേളയുടെ അപ്പീലോടുകൂടി അത് അവിടെ അവസാനിച്ചു. പക്ഷേ ഇനി ഇത് ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഗവൺമെന്റിന്റെ നിലപാട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയുള്ളവരെ നമ്മൾ കർശനമായി നടപടി സ്വീകരിക്കും എന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അപ്പൊ എന്ന് മാത്രമല്ല, ജില്ലാ മേളയിൽ ആ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ നടത്തുന്നത്. സംസ്ഥാന മേളയിലാകുമ്പോൾ മന്ത്രിയുടെ എല്ലാ വിഷയങ്ങളും നേരിട്ട് ഇടപെടുകയാണല്ലോ. വിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് ഇടപെടുകയാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് ഇടപെടുകയാണ്. 16 മന്ത്രിമാരല്ലേ ഒന്നാമത്തെ ഉദ്ഘാടന സ്റ്റേജിൽ ഇങ്ങനെ പങ്കെടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇനി കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ കുറ്റമറ്റതാക്കാൻ വേണ്ടി പറ്റും. അടുത്ത വർഷം മുതൽ 1000 രൂപ എന്നുള്ള ഒറ്റ തവണ സാംസ്കാരിക സ്കോളർഷിപ്പ് 1500 ആക്കി മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം, ഈ മേളയ്ക്കുള്ള 2-3 ഗുണമെന്ന് പറഞ്ഞാൽ, ഒന്ന് തദ്ദേശ കലകൾ ആദ്യമായി ഈ മേളയിൽ അവതരിപ്പിക്കപ്പെടാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാരം അതിലാണല്ലോ കിടക്കുന്നത്. നമ്മുടെ കേരളീയ സംസ്കാരത്തിന്റെ ഒരു ചില വശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാദേശിക കലകളിലാണല്ലോ ഉള്ളത്. ആ പ്രാദേശിക കലകളിൽ ഒരുപാട് സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന ആയിട്ടുണ്ടല്ലോ. അപ്പൊ ആ കലകളെല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ 5 പ്രാദേശിക കലകൾ നമുക്ക് ഈ പ്രാവശ്യം കൊണ്ടുവരാൻ വേണ്ടി പറ്റി. അതിൽ നമ്മൾ നോക്കിയപ്പോൾ ഈ പ്രാദേശിക കലകൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയും ഈ നമ്മുടെ കനകക്കുന്നിലെ നിശാഗന്ധിയിൽ വൻ തിരക്കാര് ടൂറിസ്റ്റുകളും വന്ന് നമ്മുടെ കോവളത്ത് വന്ന ടൂറിസ്റ്റുകളൊക്കെ ധാരാളം വന്ന് നോക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അത് ഞങ്ങൾ കുറച്ച് പ്രയാസപ്പെട്ടു ജഡ്ജസിനെ സംഘടിപ്പിക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കി ഈ കലകളിൽ റിസർച്ച് ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ ജഡ്ജസൊക്കെ ആയിട്ട് ഇരുത്തിയത്. ഒരു നേട്ടം ഇതിൽ കൊണ്ട് ഉണ്ടായിട്ടുള്ള അതാണ്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളത്, പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ആൺകുട്ടികളും പെൺകുട്ടികളുടെ ഈ പാർട്ടിസിപ്പൻസിന് എണ്ണം നോക്കുമ്പോൾ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഈ ആദ്യമേ തന്നെ 2 കാര്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ. കുട്ടികൾ തമ്മിലുള്ള മനസ്സിലായിരിക്കണം, രക്ഷകർത്താക്കൾ തമ്മിലുള്ള മനസ്സിലാവല്ലേ. നാടകം ടീച്ച് കലാപരിപാടികൾ പഠിപ്പിക്കുന്ന അധ്യാപകർ തമ്മിലുള്ള മനസ്സിലാവാൻ വേണ്ടി പാടില്ല. ഈ കേരളത്തിലെ ഏത് കലാരൂപം എടുത്തു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നതെല്ലാം ഏതാണ്ട് ഒരേ ടീച്ചർമാരും ഒക്കെ തന്നെയല്ലേ. അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധങ്ങളാണല്ലോ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഇന്റർവ്യൂ ഞാൻ പത്രത്തിൽ കണ്ടു. എൻ്റെ വസ്തുതയൊന്നും എനിക്കറിയില്ല. ഒരു ജഡ്ജസിന് ഒരു പാർട്ടിസിപ്പന്റ് എൻ്റെ രക്ഷകർത്താക്കള് നിർദ്ദേശം കൊടുത്തിരുന്നു, എൻ്റെ മോള് പിച്ചിപ്പ് വെച്ചുകൊണ്ടായിരിക്കും വരുന്നത്. നമ്പറിൽ പറയാൻ ജഡ്ജസിന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള തമാശകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്ഥിരം കാണുന്ന ഒരു പ്രവണത ഇപ്രാവശ്യം അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റി. മോഹിനിയാട്ടം 14 ജില്ലയിൽ നിന്ന് 14 പേരും ഒരു 5 പേര് ഒന്നും വച്ചോളൂ 20 പേര് 19 ആളുകൾ. നമ്പറെല്ലാം ചെസ്റ്റ് നമ്പറെല്ലാം കൊടുത്തിട്ട് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് വിളിച്ചാലും കയറില്ല. അവർ വളരെ ദൂരെ മാറിയിരിക്കും. ആദ്യം കയറുന്ന കുട്ടികളുടെ കളി കണ്ട ശേഷം അതിനെ ബദലായി ഉള്ള പെർഫോമൻസിന് വേണ്ടി പ്രാവശ്യം നമ്മൾ തീരുമാനം എടുത്തു. ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് അത് കഴിഞ്ഞാൽ ക്യാൻസൽ ആക്കിയിരിക്കും. അങ്ങനെ ഏതോ ഒന്നും ക്യാൻസൽ ആക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു കടുത്ത തീരുമാനമാണ് എടുത്തത്. സാറിന് അങ്ങനെ ക്യാൻസൽ ആക്കിയാൽ പിന്നെ ഇവിടെ റോഡിൽ കളിയാണ്. ഞാനിപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞു, റോഡിൽ കളിയുണ്ടോ എന്ന് നമ്മൾ പേടിക്കുന്നില്ല. റോഡിൽ കളിക്കുന്നതാണ് അടുത്ത വർഷത്തെ യുവജനോത്സവത്തിൽ പങ്കെടുക്കില്ല. അതിനൊരു അച്ചടക്കം വേണമല്ലോ കാര്യങ്ങൾക്കെല്ലാം. ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പോൾ
കായികമേള നടത്തി കൊച്ചിയിൽ, ഒളിമ്പിക്സ്, സ്കൂൾ ഒളിമ്പിക്സ് നടത്തി. ഫസ്റ്റ് ടൈമാണ്. അവിടെ ഏതാണ്ട് 14,000-ഓളം വരുന്ന കുട്ടികൾ പങ്കെടുത്തു. 14,000 കൂടുതൽ പങ്കെടുത്തു. ലോക ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റ്സിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തു. ലോക ഒളിമ്പിക്സ് ആണെങ്കിൽ ഭിന്നശേഷി കുട്ടികൾക്ക് പ്രത്യേകം എക്സ്ക്ലൂസീവ് സ്പോർട്സ് പ്രത്യേകം നടത്തുന്നു. ഇത് ഞങ്ങൾ അവരെ കൂടി ചേർത്ത് പിടിച്ചു. അവിടെ ഇതുപോലെ ഒരു 20-ലധികം പറഞ്ഞ വേദി ഉണ്ടായിരുന്നു. അവിടെയുള്ള കുട്ടികൾക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡും കൊടുത്തായിരുന്നു. അവിടെയും മോഹന നമ്പൂരി തന്നെയായിരുന്നു കൊടുത്തത്. നമ്പൂരി അവിടെ നിന്ന് കൊടുത്തു. അവിടെ ഇതെല്ലാം മാധ്യമങ്ങളൊക്കെ തന്നെ സഹകരണ മാധ്യമങ്ങളും അവര് മത്സരമായിരുന്നു. ഇത്രയും പ്രാധാന്യം സ്പോർട്സിന് കൊടുത്ത കാലഘട്ടമേ മാധ്യമങ്ങളിലായിരുന്നു. അവസാനം വന്ന് 2 സ്കൂളുകൾ അത് തർക്കം ഉന്നയിച്ചു. ബഹളമുണ്ടാക്കി, കുറച്ച് അലങ്കോലമുണ്ടാക്കി. ഭിന്നശേഷി കുട്ടികളുടെ പാട്ടും അവരുടെ ഉപകരണങ്ങളൊക്കെ തട്ടിപ്പറിച്ചു. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് വന്ന ടീച്ചർമാരാണ്. അതിലുള്ള കുട്ടികളാണ് ഇപ്പോൾ ദേശീയ മത്സരത്തിൽ പോയിട്ട് സ്വർണം വാങ്ങിയ കുട്ടികൾ. നമ്മൾക്ക് അടുത്ത നടപടി സ്വീകരിച്ചു. ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. അടുത്ത സ്കൂൾ ഒളിമ്പിക്സിൽ ഇവരെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിലയിലുള്ള തീരുമാനം എടുത്തു. ഡിസ്ക്വാളിഫൈ ചെയ്തു. അവരെല്ലാം വന്ന് അതിനുശേഷം വന്ന് 2 സ്കൂളുകാരും വന്ന് ഖേദം പ്രകടിപ്പിച്ച് മാപ്പെഴുത്തുനിന്ന് മേലെ ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭാഗത്തുണ്ട് തെറ്റാണെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, കുട്ടികളുടെയും സ്കൂളിൻ്റെയും ഭാവി ഓർത്തുകൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ഒഴിവാക്കുന്നു. മറ്റ് അധ്യാപകർക്ക് പേരിലുള്ള നടപടികൾ ഡിപ്പാർട്ട്മെന്റ് തുടരും. അത് ഒരുപക്ഷെ കലാമേളയ്ക്ക് ഉപകരിച്ചിട്ടുണ്ടാണോ എനിക്ക് തോന്നുന്നത്.